അധ്യായം 2. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളിച്ചെയ്തത്, ഇസ്രായേൽ മക്കളിൽ ഓരോരുത്തൻ താന്താന്റെ ഗോത്രത്തിന്റെ അടയാളത്തോടുകൂടിയ കൊടിക്കരികെ പാളയമിറങ്ങേണം. സമാഗമന കൂടാരത്തിനെതിരായി ചുറ്റും അവർ പാളയമിറങ്ങേണം. യഹൂദാ പാളയത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണഗണമായ കിഴക്ക് സൂര്യോദയത്തിനു നേരെ പാളയമിറങ്ങേണം. യഹൂദായുടെ മക്കൾക്ക് അമ്മീനാദാബിന്റെ മകൻ നഹശോൻ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 74,600 പേർ. അവന്റെ അരികെ ഇസാഖാർ ഗോത്രം പാളയമിറങ്ങേണം. ഇസാഖാരിന്റെ മക്കൾക്ക് സൂവാരിന്റെ മകൻ നെഥനയേൽ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 54,400 പേർ. പിന്നെ സെബൂലൂൻ ഗോത്രം, സെബൂലൂന്റെ മക്കൾക്ക് ഹോലോന്റെ മകൻ ഏലിയാബ് പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 57,400 പേർ. യഹൂദാ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 186,400 പേർ. ഇവർ ആദ്യം പുറപ്പെടണം. രൂബേൻ പാളയത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണഗണമായി തെക്കുഭാഗത്ത് പാളയമിറങ്ങേണം. രൂബേന്റെ മക്കൾക്ക് ശെദേയൂരിന്റെ മകൻ എലീസൂർ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 46,500 പേർ. അവന്റെ അരികെ ശിമിയോൻ ഗോത്രം പാളയമിറങ്ങേണം. ശിമിയോന്റെ മക്കൾക്ക് സൂരീശഥായുടെ മകൻ ശെലൂമിയേൽ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 59,300 പേർ. പിന്നെ ഗാദ് ഗോത്രം, ഗാദിന്റെ മക്കൾക്ക് രെയൂവേലിന്റെ മകൻ ഏലിയാസാഫ് പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 45,650 പേർ. രൂബേൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,51,450 പേർ. അവർ രണ്ടാമതായി പുറപ്പെടണം. പിന്നെ സമാഗമന കൂടാരം പാളയത്തിന്റെ നടുവിൽ ലേവ്യരുടെ പാളയവുമായി യാത്ര ചെയ്യണം. അവർ പാളയമിറങ്ങുന്നതുപോലെ തന്നെ താന്താങ്ങളുടെ കൊടിക്കരികെ യഥാക്രമം പുറപ്പെടണം. എഫ്രയീം പാളയത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണഗണമായി പടിഞ്ഞാറേ ഭാഗത്ത് പാളയമിറങ്ങേണം. എഫ്രയീമിന്റെ മക്കൾക്ക് അമ്മീഹൂദിന്റെ മകൻ ഏലീശാമ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 40,500 പേർ. അവന്റെ അരികെ മനശ്ശെ ഗോത്രം പാളയമിറങ്ങേണം. മനശ്ശെയുടെ മക്കൾക്ക് പെദാസൂരിന്റെ മകൻ ഗമലിയേൽ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 30,200 പേർ. പിന്നെ ബെന്യാമീൻ ഗോത്രം പാളയമിറങ്ങേണം. ബെന്യാമീന്റെ മക്കൾക്ക് ഗിദെയോനിയുടെ മകൻ അബീദാൻ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 35,400 പേർ. എഫ്രയീം പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,80,100 പേർ. അവർ മൂന്നാമതായി പുറപ്പെടണം. ദാൻ പാളയത്തിന്റെ കൊടിക്കീഴുള്ളവർ ഗണഗണമായി വടക്കേ ഭാഗത്ത് പാളയമിറങ്ങേണം. ദാന്റെ മക്കൾക്ക് അമ്മീശഥായുടെ മകൻ അഹിയേസർ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 60,700 പേർ. അവന്റെ അരികെ ആശേർ ഗോത്രം പാളയമിറങ്ങേണം. ആശേരിന്റെ മക്കൾക്ക് ഒക്രാന്റെ മകൻ പഗീയേൽ പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 41,500 പേർ. പിന്നെ നഫ്താലി ഗോത്രം പാളയമിറങ്ങേണം. നഫ്താലിയുടെ മക്കൾക്ക് ഏനാന്റെ മകൻ അഹീര പ്രഭുവായിരിക്കണം. അവന്റെ ഗണം ആകെ 53,400 പേർ. ദാൻ പാളയത്തിലെ ഗണങ്ങളിൽ എണ്ണപ്പെട്ടവർ ആകെ 1,57,600 പേർ. അവർ തങ്ങളുടെ കൊടികളോടുകൂടെ ഒടുവിൽ പുറപ്പെടണം. ഇസ്രായേൽ മക്കളിൽ ഗോത്രം ഗോത്രമായി എണ്ണപ്പെട്ടവർ ഇവർ തന്നെ. പാളയങ്ങളിൽ ഗണഗണമായി എണ്ണപ്പെട്ടവർ ആകെ 6,03,550 പേർ ആയിരുന്നു. എന്നാൽ യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ ലേവ്യരെ എണ്ണിയില്ല. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ഇസ്രായേൽ മക്കൾ ചെയ്തു. അങ്ങനെ തന്നെ അവർ താന്താങ്ങളുടെ കൊടിക്കരികെ
പാളയമിറങ്ങി. അങ്ങനെ തന്നെ അവർ കുടുംബം കുടുംബമായും കുലം കുലമായും പുറപ്പെട്ടു.